പഴയ ആളുകളെ, എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ, പ്രതിസന്ധിയുള്ള ആളുകളെ മുഴുവനും ഇഗ്നോർ ചെയ്തുകൊണ്ട് ഇതേ പ്രൊഫൈലിലേക്ക് ഇതേ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ റെസ്പോൺസിബിലിറ്റിയിലേക്ക് വരുന്ന ആളുകൾക്ക് ശമ്പളം കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലോങ് ടൈമിലേക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു സ്റ്റാഫിനെ നമുക്ക് നഷ്ടപ്പെടും. ഒരു പക്ഷേ അയാൾ വീണ്ടും നിന്നേക്കാം. കാരണം അയാൾ 15 കൊല്ലം ഒരു സ്ഥാപനത്തിൽ നിൽക്കുമ്പോഴേക്കും അടുത്തൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ പലപ്പോഴും ഇയാൾ ഈ പ്രോസസ്സിൽ ലിമിറ്റ് ആവുകയും ഇയാളെ കപ്പാസിറ്റി കുറയായിട്ട് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ. ഇമോഷണലി കൈകാര്യം ചെയ്യുന്നത് കൊണ്ടും ചിലപ്പോൾ. അതെ. അപ്പൊ ഇതൊക്കെയാണ് എന്റെ അഭിപ്രായം. ഹരിപ്രയുടെ അഭിപ്രായം എന്താ ഇതിനകത്ത്? ഇതിൽ കൂടാതെ പറയാനാണെങ്കിൽ ചിലപ്പോ ആ ഒരു ഫൗണ്ടറിന്റെ മോനായിരിക്കാം ഇപ്പൊ ആ ഒരു കമ്പനി നടത്തിക്കൊണ്ടു പോകുന്നത്. കുട്ടിക്കാലം മുതലേ കാണുന്ന ഒരു ഫേസ് ആയിരിക്കും. അവിടെ പോയിട്ട് ഇപ്പോ ആ ഒരു പേഴ്സൺ നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ഇനി മുതൽ വരണ്ട എന്ന് പറയാൻ ഒരു ലിമിറ്റേഷൻ പറ്റില്ല. കാരണം ചിലപ്പോ അച്ഛന്റെ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആള് പോലെ വളർത്തിയിട്ടുണ്ടാവും. അതെ അതെ, എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. സാർ, ഞാൻ എങ്ങനെ അയാളെ പിടിച്ച് പുറത്താക്കുക? ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അച്ഛന്റെ കൂടെ വരുമ്പോ എനിക്ക് മിഠായി വാങ്ങിച്ചു തന്നിട്ടുള്ള ആളാണ്, അയാളോട് ഞാൻ എങ്ങനെ പോകാൻ പറയും എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ ആൾക്കാരെ പണിയെടുക്കാതെ അല്ലെങ്കിൽ പണിയെടുക്കാൻ കഴിയാത്ത കാലത്തും കീപ്പ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ശരിക്കും അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ അവർക്ക് പറ്റുന്ന രീതിയിൽ അവരെ മാനേജ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് അത്തരം ആളുകൾ തടസ്സമാവരുത് എന്ന് ഉറപ്പുവരുത്തുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇവർക്കൊരു ഇത്രയും നാള് കമ്മിറ്റ്മെന്റോടെ നിന്നതിന് ഒരു പ്രത്യേക ബോണസോ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ സാലറി ഇൻക്രിമെന്റ് കൊടുക്കാതെ അവരെ ഹാപ്പി ആയിട്ട് റീറ്റെയിൻ ചെയ്യാൻ പറ്റും.